അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ എല്ലാ മതങ്ങളുടെയും നന്മയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എല്ലാ മതങ്ങളും ദുരുപയോഗം ചെയ്യാനും കഴിയും. മതങ്ങളിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇസ്ലാം മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഹിന്ദു മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പൊ ഹിന്ദു മതത്തിലെ നന്മയാണ് ഗാന്ധിജി, അതിന്റെ തിന്മയാണ് ഗോഡ്സെ. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ നന്മയാണ് മൗലാന അബുൽ കലാം ആസാദ്, തിന്മയാണ് ഒസാമ ബിൻ ലാദൻ. അല്ലെങ്കിൽ ഇതേപോലെ ക്രിസ്ത്യൻ മതത്തിലുള്ളത്. അപ്പോ പലപ്പോഴും എക്സ് മുസ്ലിം, ഞാൻ അങ്ങയുടെ ഇതിൽ വ്യക്തിപരമായിട്ടല്ല, പക്ഷെ ആ നിലപാട് തറയുടെയും യുക്തിവാദികളുടെ പൊതു നിലപാട് തറയുമാണ്. അവര് ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നതിന്റെ ഒരു റീസൺ, ഇസ്ലാം കുറെ കൂടെ സംഘടിതമാണ്, ഒരു കോർഡിനേറ്റഡ് റെസ്പോൺസ് പലപ്പോഴും ഇസ്ലാമിന്റെ ഭാഗത്തുനിന്നോ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഹിന്ദു മതത്തിന് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രത്യേക പരിധിക്കപ്പുറം സെന്റിമെന്റ്സ് ഒന്നും ഹേർട്ട് ആവാൻ പോകുന്നില്ല. പകരം ഇസ്ലാമിന് കോഡിഫൈഡ് ആയ ഒരു തിയോളജി ഉണ്ട്. അത് ശരിയോ തെറ്റോ അതൊക്കെ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ മതത്തിന്റെ സ്ട്രക്ചർ വൈസ് അതിന് ഒരിതുണ്ട്. രണ്ട്, എല്ലാ മതങ്ങളെയും പോലെ ലോക ചരിത്രത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ഒക്കെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത 100 ആൾക്കാരിൽ ഒരാളായി കാണുന്നവരുണ്ട്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് അതിന്റെ കഴിഞ്ഞു പോയല്ലോ എന്നാണ് വിഷമം തോന്നുന്നത്, ഇനിയും വായിക്കണമല്ലോ എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഇവിടെയാണ് കോണ്ടെക്സ്റ്റ് ഉള്ളത്. അങ്ങയുടെ പല ഡിബേറ്റുകൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നേരിലേക്ക് കിടക്കുന്നത്. എന്റെ വിശ്വാസം, ഞാൻ ആദ്യം എന്റെ വാദം പ്രപ്പോസിഷൻ മുമ്പോട്ട് വെക്കാം. തീർച്ചയായും ഇസ്ലാം എല്ലാ മതങ്ങളെയും പോലെ പരിശുദ്ധമായ ഒരു മതമാണ്, വിശ്വാസധാരയാണ്, ആത്മീയധാരയാണ്. എല്ലാ മതത്തിലും തെറ്റുകളും ശരികളും ഉണ്ടാകുന്നത് പോലെ ഇസ്ലാമിന്റെ ഭാഗത്തും ഉണ്ടായേക്കാം. ഇസ്ലാമിന്റെ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഉള്ളതുപോലെ ഞങ്ങൾ ബ്രാഹ്മണരുടെ ഇടയിൽ തീവ്ര ബ്രാഹ്മണിക്കൽ വാദമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തീവ്ര കൺവേർഷനിസ്റ്റ് വാദമുണ്ട്. മതങ്ങളിൽ നന്മയും തിന്മയുണ്ട്. പൊതുവെ ഏറ്റവും ശാന്തരായ ബുദ്ധിസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇവിടെ പാകിസ്ഥാൻ അഥവാ ഭാരതത്തിന്റെ വിഭജനം എന്ന് പറയുന്ന ഡോക്ടർ BR അംബേദ്കർ എഴുതിയ പുസ്തകം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭാരതത്തിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നതെന്നും ഇസ്ലാമിക രാജാക്കന്മാർ എന്തെല്ലാം ഭാരതത്തോട് ചെയ്തുവെന്നും എങ്ങനെയാണ് അവരുടെ ചെയ്തികളെന്നും വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണരേഖയാണല്ലോ ഖുറാൻ. ഇപ്പോൾ ഖുറാനിലെ 59-ാം അധ്യായം 3-ാം അധ്യായത്തിലുമൊക്കെ നജ്റാനിലെ ക്രിസ്ത്യാനികളോടും മദീനയിലെ യഹൂദരോടുമൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് പ്രവർത്തിച്ചത് എന്ന് ഖുറാൻ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഖുറാനിൽ നിന്ന് ഇസ്ലാമിനെ അറിയാൻ പറ്റും. പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സീറത്തു റസൂൽ, ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം, ഇതിൽ കൃത്യമായും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നും ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക രേഖയാണല്ലോ ഇത്. ഇതിൽ നിന്ന് ഇസ്ലാമിനെ അറിയാൻ സാധിക്കും. മറ്റൊന്ന്, ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഇസ്ലാമിക സോഴ്സ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതിൽ നിന്നറിയാൻ സാധിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി അറബികളുടെ ചരിത്രം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങളിൽ നിന്ന് കൂടാതെ ദി ഹിസ്റ്ററി ഓഫ് ഇസ്ലാം 3 വോളിയമുള്ള ദി ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള പ്രസിദ്ധീകരണ ഏജൻസി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം വായിക്കാനിടയായിട്ടുണ്ട്. അതിപ്പോൾ കയ്യിലില്ല, മറ്റൊരാളുടെ വശമാണ്. അപ്പം ഇതിൽ നിന്നെല്ലാം ഞാൻ ഇസ്ലാമിനെ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം. ഇനി മറുപടി പറയുന്നത് ശ്രീ രാഹുൽ ഈശ്വറിനുള്ള വ്യക്തിപരമായ മറുപടിയല്ല. ശ്രീ രാഹുൽ ഈശ്വറിനെ പോലെ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന അഥവാ ഇത്തരം വാദങ്ങളോടാണ് ലിബറൽ തിയോളജിയൻസ് അടക്കം ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മതേതരത്വവും കപട മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വാദങ്ങളോടാണ് മറുപടി പറയുന്നത്. ഇതിൽ ശ്രീ രാഹുൽ ഈശ്വർ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ നീതി. മതങ്ങളിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത്. എനിക്ക് പ്രിയപ്പെട്ട സഹോദരൻ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുവാൻ, മതങ്ങളിൽ ചീത്തയുണ്ടാകുവാൻ പാടുണ്ടോ? ചീത്ത വശങ്ങളുള്ള, ചീത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ മതം എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് മാനവിക വിരുദ്ധമല്ലേ? അത് നീതി രാഹിത്യമല്ലേ? അത് അക്രമത്തിനും അനീതിക്കും കൊലപാതകത്തിനും വിഭാഗീയതയ്ക്കും ഭിന്നതയ്ക്കും ചൂട്ടുപിടിക്കുന്ന പണിയല്ലേ? മതങ്ങളിൽ എങ്ങനെ ചീത്തയുണ്ടാകും? ഇനി ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, ശ്രീ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള വാദമുയർത്തുന്നവർക്ക് മനസ്സിലാക്കുവാൻ. സോപ്പിൻ്റെ കുളിക്കാനോ അലക്കാനോ ഉപയോഗിക്കുന്ന സോപ്പ്, അതിൻ്റെ ഉപയോഗം എന്താ? ചെളി കളയുക എന്നുള്ളതാണ്. ഈ സോപ്പിൽ തന്നെ ചെളിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ സോപ്പെന്ന് വിളിക്കുമോ? അത് അതിൻ്റെ ഉപയോഗത്തിന് കൊള്ളുമോ? കൊള്ളില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ മതം എന്തിനാണ്?
എന്താണ് മതത്തിൻ്റെ റോള്, എന്താണ് മതത്തിൻ്റെ ഡ്യൂട്ടി, എന്താണ് മതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്താണ് മതത്തിൻ്റെ ആവശ്യകത, നീഡ് ആൻഡ് നെസസിറ്റി ഓഫ് റിലീജിയൻ. ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യമാണ് ചീത്തയുള്ള മതങ്ങളെ ചുമക്കണമെന്ന വാദം. അത് എന്തുതരം വാദമാണ്? എന്ത് ബാധ്യതയാണ് മനുഷ്യരാശിക്ക്, മാനവകുലത്തിന് ചീത്തയുള്ള മതങ്ങളെ ചുമക്കേണ്ട ആവശ്യം എന്താണ്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുമോ? അത് ബോധമുള്ള ഒരു നിലപാടാണോ? മാത്രമല്ല, പുതിയ തലമുറ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം, ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം ചീത്തയുള്ള മതങ്ങളെ അംഗീകരിക്കണമെന്ന വാദമാണ്. മതാത്മകതയോട് വെറുപ്പ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഇതാണ്. മതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ സംസ്കരിക്കലാണ്. ലക്ഷ്യം മറന്ന, അല്ലാതെ തെറ്റായ ലക്ഷ്യമുള്ള മതങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ മതങ്ങളെന്ന് വിളിക്കുന്നത് അടിയന്തരമായി നിർത്തണം. അത് മാനവിക വിരുദ്ധമാണ്. സോപ്പിൽ എങ്ങനെയാണ് ചെളിയും സോപ്പും ഒന്നിച്ചുണ്ടാകുന്നത്? അതിനെ എങ്ങനെ സോപ്പെന്ന് വിളിക്കും? ദാഹം ശമിപ്പിക്കുന്ന വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കണം. ചെളിവെള്ളം ദാഹം ശമിപ്പിക്കുകയില്ല. മതങ്ങൾ മനുഷ്യനെ സംസ്കരിക്കാനുള്ളവയാണ്. അത് മാത്രമുള്ളതാണ്. മതങ്ങളിൽ ചീത്തയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് ശ്രീ രാഘുലീശ്വരനെ പോലുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ചീത്തയുള്ള മതങ്ങളെന്നല്ല വിളിക്കേണ്ടത്. അതിനെ വല്ല രാഷ്ട്രീയ പാർട്ടികളെന്നോ സംഘടനകളെന്നോ ഒക്കെ വിളിക്കുക. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്യാം. മനുഷ്യരിൽ വീഴ്ചകൾ ഉള്ളതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, അത് ശ്രീ രാഘുലീശ്വരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വീഴ്ചകളുള്ളതിനെ മതം എന്ന് വിളിക്കുന്നത്, ചീത്തവശങ്ങളുള്ള പ്രത്യയശാസ്ത്രങ്ങളെ മതങ്ങളെന്ന് വിളിക്കുന്നതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് മാത്രവുമല്ല, അത് അന്യായമാണ്, അത് മാനവിക വിരുദ്ധമാണ്, അത് ദുരന്തമായി മാറും. ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് പുതിയ തലമുറ ദൈവവിശ്വാസത്തിൽ നടന്നു പോകുന്നത്. ഇനി മറ്റൊരു വാദമാണ്, ഗോഡ്സെയെ ഹിന്ദുയിസത്തിൻ്റെ ചീത്തയാണ് ഗോഡ്സെ, നല്ലതാണ് ഗാന്ധിജി. ഇസ്ലാമിലെ ചീത്തയാണ് ബിൻ ലാദൻ, നല്ലതാണ് അബ്ദുൽ കലാം ആസാദ് എന്ന പ്രയോഗം ആണ് ശ്രീ രാഘുലീശ്വരൻ നടത്തിയിരിക്കുന്നത്. ബിൻ ലാദനെ എന്ത് ആണ് ചീത്തയാക്കിയത്? ഒരു നല്ല മനുഷ്യനായി നമ്മളെപ്പോലെ ഒരു കുഞ്ഞായി, ഒരു പൈതലായി പിറന്നു വീണ ബിൻ ലാദനെ ഇത്തരത്തിലുള്ള ഭീകരനാക്കി മാറ്റിയത് എന്താണെന്നും ആ മതത്തെയും മതഗ്രന്ഥങ്ങളെയും കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇനി ഇവിടെ മറ്റൊരു ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു വശം ഉയർന്നു വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇവരെ രണ്ടുപേരെയും ചീത്തയാക്കിയത് അവരവരുടെ മതങ്ങളിലെ ചീത്ത വശങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിസ്ഥാനത്ത് അവരെ ചീത്തയാക്കിയ മതഗ്രന്ഥങ്ങളും വരുന്നില്ലേ? അപ്പോൾ പ്രേരണാകുറ്റത്തിന് കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ മാത്രം ശിക്ഷിക്കുകയും ഇവരെ ചീത്തയാക്കി മാറ്റിയ മതപ്രമാണങ്ങളെ വെറുതെ വിടുകയും ചെയ്യുന്നത് മോശമല്ലേ? 5 ഗ്രാമും 50 ഗ്രാമും ഒക്കെ മയക്കുമരുന്നും കഞ്ചാവ് വിൽക്കുന്നവരെ പിടിക്കുകയും ഹോൾസെയിൽ കച്ചവടക്കാർ സുരക്ഷിതമായി എന്ന് പറഞ്ഞതുപോലെയല്ലേ ഇത്? അങ്ങനെയെങ്കിൽ മോശം പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇരകളല്ലേ ഗോഡ്സെയും ബിൻ ലാദനും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർത്താവുന്നതല്ലേ? അതായത് കോടാലിയെ വാളിനെ വെറുതെ വിട്ട്, വാളിനെയും കോടാലിയെയും ശിക്ഷിച്ച്, ആയുധത്തെ ശിക്ഷിച്ച്, ആയുധം ഉപയോഗിച്ചവനെ വെറുതെ വിടുന്ന പണിയെന്ന വാദമല്ലേ പറയുന്നത്? നമുക്കറിയാം, ജോസഫ് മാഷിനോട് ചോദിച്ചു, ജോസഫ് മാഷിൻ്റെ കയ്യും കാലും വെട്ടിയവരോട് വെറുപ്പുണ്ടോ എന്ന് ജോസഫ് മാഷിനോട് ചോദിച്ചപ്പോൾ ജോസഫ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന കോടാലിയും വാക്കത്തിയും ഉപകരണങ്ങൾ ആണ് എന്ന് ജോസഫ് മാഷ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവരോട് വെറുപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ബിൻ ലാദനെയും ഗോഡ്സെയും ഒക്കെ ഇത്തരത്തിലാക്കി തീർത്ത പ്രമാണങ്ങൾ, മതങ്ങളും മതഗ്രന്ഥങ്ങളും വിശകലനത്തിനും വിമർശനത്തിനും വിധേയമാക്കുകയും തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതല്ലേ രാഘുലീശ്വരൻ്റെ വാദം ശരിയാണെങ്കിൽ? ഇങ്ങനെ പറയുന്ന എല്ലാവരോടുമായിട്ടാണ് ചോദിക്കുന്നത്.
അതായത് ആയുധത്തെ, ഉപകരണത്തെ ശിക്ഷിക്കുകയും ഉപയോഗിച്ചവനെ വെറുതെ വിടുകയും ചെയ്യുന്ന പണി. അപ്പോൾ വീണ്ടും ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ പറയാം: നിന്ദ്യവും പൈശാചികവും, കലഹം, കൊലപാതകം, വേർതിരിവുകൾ, എൻ്റെ മതത്തിൽപ്പെട്ടവൻ പെടാത്തവൻ എന്ന് വേർതിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ മതങ്ങൾ എന്ന് വിളിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ പറയുന്ന ക്രൂരതകളും പൈശാചിക പ്രവൃത്തികളും ഒളിഞ്ഞുകിടക്കുന്ന മതങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ വലിയ കാലതാമസമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യന് താമസിക്കാൻ പറ്റാതെ വരികയും ഈ ഭൂമി മുഴുവൻ മറ്റൊരു പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും സിറിയയും ലബനോനും ഇറാനും യമനും ഒക്കെയായി തീരുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ദൈവവിശ്വാസവും മതവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? മതങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. സാധാരണഗതിയിൽ വലിയ ഫിലോസഫിക്കൽ തിരിക്കലൊന്നുമല്ല. സാധാരണഗതിയിൽ നമുക്ക് മതങ്ങളെ MMR, മാൻ മെയ്ഡ് റിലീജിയൻ ആൻഡ് റിവീൽഡ് റിലീജിയൻ. മാൻ മെയ്ഡ് റിലീജിയൻ, മനുഷ്യനിർമ്മിതമായ മതങ്ങൾ നാട് വിട്ടുപോകാനും പൊട്ടിത്തെറിക്കാനും എൻ്റെ മതത്തിൽ പെട്ടവനും പെടാത്തവനും പെട്ടവനും പെടാത്തവളും എന്ന് തിരിക്കും. സോണിയ സെബാസ്റ്റ്യൻ, നിമിഷ ഫാത്തിമ, ജെറിൻ ജോസഫിനെ പോലെയുള്ളവർ, മെറിൻ ജോസഫിനെ പോലെയുള്ളവർ പലരും അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുകയാണ്. മനുഷ്യനിർമ്മിതമായ മതങ്ങളാണ്. അതിസമ്പന്ന രാഷ്ട്രങ്ങളും ലോകത്തിലെ ഒരു കാലത്ത് ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ബൈസന്റൈൻ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ. അതിനെ തച്ച് തകർത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. മനുഷ്യ നിർമ്മിത മതങ്ങൾ MMR, മാൻ മെയ്ഡ് റിലീജിയൻസ്. എന്നാൽ റിവീൽ റിലീജിയൻ അങ്ങനെയല്ല. മനുഷ്യനെ സംസ്കരിക്കും, അത് ശുദ്ധീകരിക്കും, ധാർമ്മികതയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മതങ്ങളെ വിവേചിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, മതവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ദൈവവിശ്വാസം ദൈവവിശ്വാസമേ അല്ല. എന്നാൽ ദൈവവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മതാത്മകത, മതവിശ്വാസം മനുഷ്യനെ സംസ്കാരമുള്ളവരാക്കും. ഇത് സിമ്പിളായിട്ട് മറ്റൊരു രീതിയിൽ പറയാം. രാഷ്ട്രീയവും പാർട്ടിയവുമുണ്ട്. പാർട്ടി അടിമത്വവും രാഷ്ട്രീയ പ്രവർത്തനവുമുണ്ട്. അതിനെയാണ് പാർട്ടിയവും രാഷ്ട്രീയവും എന്ന് പറയുന്നത്. പാർട്ടി അടിമകൾ എപ്പോഴും ചിന്താശേഷിയില്ലാത്തവരും തങ്ങളുടെ നേതാക്കൾക്കും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും പട്ടിണി കിടക്കാനും തയ്യാറുള്ളവരായിരിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രസേവകരായിരിക്കും. അപ്പം രാഷ്ട്രീയമാണോ പാർട്ടിയമാണോ എന്ന് വിവേചിച്ചറിയാൻ സാധിക്കുന്നത് പോലെ തന്നെ മതവിശ്വാസമാണോ ദൈവവിശ്വാസമാണോ എന്ന് കൃത്യമായി അറിയാൻ സാധിക്കണം. ഈ പാർട്ടിയത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം പേർന്നത് നമ്മളെ മലയാളികളാണ്, കേരളീയരാണ്. കാരണം നമുക്കറിയാം, കടലുകൊണ്ടും കായലുകൊണ്ടും ആറുകൊണ്ടും തോടുകൊണ്ടും പുഴ കൊണ്ടും പാടം കൊണ്ടും മലനിരകൾ കൊണ്ടും നാണ്യവിളകൾ കൊണ്ടും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശമായി വളരാൻ സാധിക്കുന്ന നാട് കേരളമാണ്. ഈ വിഷയത്തിൽ ലോകത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. ആവശ്യത്തിന് ജനസംഖ്യയുണ്ട്, എല്ലാ രീതിയിലുമുള്ളതായ സാഹചര്യങ്ങൾ അനുകൂലമാണ്, സാക്ഷരതയുണ്ട്. എന്നിട്ടും കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതിന് കാരണം, ഇവിടുത്തെ പുതിയ തലമുറ കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തതിന് കാരണം പാർട്ടീയമാണ്. രാഷ്ട്രീയം രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതായിരിക്കും. ദേശസ്നേഹം, വിദ്യാഭ്യാസം, വികസനം, ജനക്ഷേമം ഇവ കൊണ്ടുവരുന്നതായിരിക്കും രാഷ്ട്രീയം. പാർട്ടിയം പാർട്ടി അടിമകളെ സൃഷ്ടിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവിശ്വാസവും മതവിശ്വാസവും തമ്മിൽ വിവേചിച്ചറിയാൻ സാധിക്കാത്ത ജനത, രാഷ്ട്രീയവും പാർട്ടിയും തമ്മിൽ വിവേചിച്ചറിയാൻ സാധിക്കാത്ത ജനത. ഈ വിഷയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ആളില്ലാത്ത നാട് നശിക്കും, അത് ദുരന്തത്തിലേക്ക് പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം. അതിൻ്റെ ബാക്കി ഉദാഹരണങ്ങളാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ, ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ. അതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മതവിശ്വാസങ്ങൾ മനുഷ്യനെ സംസ്കരിക്കും. ഇനി ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു ഇസ്ലാം പരിശുദ്ധ മതമാണ് എന്ന്. അങ്ങയുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുകയാണ്. പക്ഷെ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന, യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു വിശ്വാസിയെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അങ്ങേപ്പോലുള്ളവർ അറിയണം. നമ്മൾ കേട്ടു ക്രിസ്മസ് ഉസ്താദുമാർ, നീണ്ട നിര ക്രിസ്മസ് ഉസ്താദുമാർ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന പിഴച്ചവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ഉസ്താദുമാർ രംഗത്ത് വരികയും അവരുടെ വീഡിയോകൾ ഇപ്പോഴും മലയാളത്തിലൂടെ നിൽക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയും അള്ളാഹുവിന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എന്നിട്ടും
ക്രിസ്തുവിശ്വാസത്തെ വിമർശിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഉസ്താദുമാർ പറയുന്നത്? ഖുർആൻ അവരോട് ആവശ്യപ്പെടുന്നത് കൊണ്ടല്ലേ? അപ്പം അതുകൊണ്ട് ഈ ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുഹമ്മദീയരും നല്ലതാണ് എന്ന വാദം ഉയർത്തിയിരുന്നെങ്കിൽ അത് അടിസ്ഥാനപരമായി ശരിയാണ്. കാരണം എന്താണെന്നറിയാമോ? എല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നത് ജീനിയസ് ആയിട്ടാണ് എന്നുള്ള പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിലോസഫേഴ്സ് ഉയർത്തുന്ന വാദം അവരെ പിന്നീട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ മുഹമ്മദീയരും പിറന്നു വീണത് വിശുദ്ധരായിട്ടാണ്, ബുദ്ധിമാന്മാരായിട്ടാണ്, നല്ല മനുഷ്യരായിട്ടാണ്. പക്ഷെ പിന്നീട് ആ മതമാണ് അവരെ ബിൻ ലാദനോ ഒക്കെയാക്കി മാറ്റുന്നത്, സോണിയ സെബാസ്റ്റിനെ പോലെയുള്ളവരെ അഫ്ഗാനിസ്ഥാൻ ജയിലിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഖുറാൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. പൊതു ഉപയോഗത്തിനായി ഇസ്ലാമിക നേതാക്കൾ നൽകിയിരിക്കുന്ന ഖുറാനിൽ നിന്നാണ് വായിക്കുന്നത്. ഒരു പ്രാക്ടീസിങ് മുഹമ്മദിയൻ ഒരു ദിവസം എത്രയോ പ്രാവശ്യം ചൊല്ലുന്നതാണ്. ഇത് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ മതേതരത്വവും ഇത് പരസ്യമായി പറയുമ്പോൾ വർഗീയതയുമാകുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് അറിയാമോ? നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. കോപത്തിനിരയായതെന്നതുകൊണ്ട് യഹൂദരെയും പിഴച്ചുപോയത് എന്നതുകൊണ്ട് ക്രൈസ്തവരെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായ വ്യാഖ്യാനം നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കും. ഖുർആൻ 1-ാം അധ്യായത്തിൻ്റെ 7. ഇനി 5-ന്റെ 51. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ, യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. യഹൂദരോടും ക്രൈസ്തവരോടും കൂട്ടുകൂടിയാൽ അവരും ആരായിത്തീരും? അവരിൽപ്പെട്ടവനാകും. അവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അപ്പോൾ യഹൂദരെയും ക്രൈസ്തവരോടും എന്ത് മനോഭാവമാണുള്ളത്? അടുത്തത് 9-ന്റെ 29, 2-3 വാക്യങ്ങൾ മാത്രം വായിച്ചു നിർത്തുകയാണ്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അവൻ്റെ ദൂതൻ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം തരുന്നതുവരെ. നോക്ക്, തൻ്റെ മതത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് നികുതി മേടിക്കാൻ പറയുകയാണ്. അടുത്തത് 9-ന്റെ 30. ഉസൈർ യസ്ര ദൈവപുത്രനാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. മിസിഹ ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അത് അവരുടെ വായ് കൊണ്ടുള്ള വാക്ക് മാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയായിരുന്നു. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരെ ദൈവപുത്രനാണ്, വചനം മാംസം ധരിച്ചു എന്ന് വിശ്വസിച്ചാൽ, മരണമില്ലാത്ത ക്രിസ്തുവിൽ ദൈവത്വം കണ്ടാൽ അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇതാണ് ക്രൈസ്തവരെക്കുറിച്ച്, ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി കാണുന്നവരെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യമം അക്ബറും സഖീർ നായിക്കും അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾ ശക്തമായ കടന്നാക്രമണം. അല്ലാതെ അവർക്ക് ക്രൈസ്തവരോടോ ബൈബിളിനോടോ എന്ത് വൈരാഗ്യം ഉണ്ടാകാനാ? ഒന്നുമില്ല. പക്ഷെ അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് എന്താണ്? ഈ പ്രമാണങ്ങളാണ്. അപ്പം ഇതാണോ പരിശുദ്ധമായ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വിമർശനം, അതുകൊണ്ട് ഇസ്ലാം വിമർശനം ക്രൈസ്തവരുടെ, ക്രിസ്തുവിനെ കർത്താവായി കാണുന്നവരുടെ അവകാശമാണ്. ക്രൈസ്തവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് 800 വർഷങ്ങൾക്ക് ശേഷമാണിത് പറയുന്നതെന്ന് ഓർക്കണം. അല്ലെങ്കിൽ അത് വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ തിരുത്തണ്ടേ? മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ 800 വർഷം കാത്തിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇത് വ്യാജമാണ്. ഇതിനോട് മറുപടി പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഈ കാര്യം പരസ്യമായി വിളിച്ചു പറയുന്നവരെ വർഗീയവാദികളെന്ന് വിളിക്കുകയും ഇത് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അറബിക്കിലും ഈ ഗ്രന്ഥം പ്രചരിപ്പിക്കുമ്പോൾ അത് മതേതരത്വവുമാകുന്ന കപടത, അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇത് കാപഠ്യമാണ്. യഥാർത്ഥത്തിൽ ഇതല്ലേ വർഗീയത, ഇതല്ലേ തീവ്രവാദം, ഇതല്ലേ ഭീകരവാദത്തിന് കാരണമാകുന്നത്. അല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ഭീകരവാദിയായി തീവ്രവാദിയായി ജനിച്ച് വീഴുന്നില്ല. ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ആണ് തീവ്രവാദികളെയും ഭീകരവാദികളെയും സൃഷ്ടിക്കുന്നത്. ഇനി ചിലർ പറയും ഇത് സന്ദർഭത്തിൽ നിന്നാണെന്ന്.
ഈ ഖുറാനിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഫുട്നോട്ടായി സന്ദർഭങ്ങൾക്ക് വേണ്ടിയെന്ന് എഴുതിയിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ എന്ന ഈ ഖുറാൻ വാക്യങ്ങളുടെ അടിയിലില്ല. അതല്ലെങ്കിൽ ഖലീഫമാർ, ഇസ്ലാമികമായ നേതാക്കളാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്, സാധാരണക്കാർ ഇത് വ്യാഖ്യാനിക്കാൻ പാടില്ല, സാധാരണ സംഘടനകൾക്ക് അർഹതയില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പ്രത്യേക സന്ദർഭത്തിൽ ഇറക്കിയതെന്നും പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് സംഘടനകൾ രൂപീകരിക്കുവാനും സംഘടിക്കുവാനും ഉതകുന്ന വിധത്തിൽ ഈ വാക്യങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഫുഡ് നോട്ടുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അങ്ങനെ യാതൊന്നുമില്ല എന്നുള്ളതാണ്. പഴയ നിയമം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ്. ഒരു ജനതയുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട സംഭവമാണ്. അതിൽ വിവരണങ്ങളും സംഭവങ്ങളും പ്രമാണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭീകര സംഘടനകളില്ലാത്തത്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരെക്കുറിച്ച് ഇസ്ലാം മതം പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ കൃത്യമായി ഇവിടെ മലയാളത്തിൽ ധാരാളം ഖുറാനുകൾ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അതിന് മറുപടി പറയുക എന്നുള്ള ഞങ്ങളുടെ അവകാശവും അത് പറയുമ്പോൾ ചാപ്പ കുത്തുന്നത് കൊണ്ട് നിശബ്ദമാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയുമാണ്. ദൈവത്തിന് മതമില്ല എന്നും മതമുള്ളവൻ ദൈവമല്ല എന്നും മതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ദൈവവിശ്വാസം മനുഷ്യരാശിയെ ഭിന്നിപ്പിക്കുമെന്നും എന്നാൽ ദൈവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മതവിശ്വാസം മനുഷ്യരെ തമ്മിൽ യോജിപ്പിക്കുമെന്നും സംസ്കരിക്കുമെന്നുമുള്ള വസ്തുത മനസ്സിലാക്കാത്തിടത്തോളം കാലം മനുഷ്യരാശിയുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രത്യാശയുടെ നാളുകളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചീത്തയുള്ളതിനെ മതമെന്ന് വിളിക്കാൻ സാധ്യമല്ല.